പ്രവാസി ചാനൽ, പ്രവാസികളുടെ സ്വന്തം ചാനൽ. ലളിതമായ തുടക്കങ്ങളിലൂടെ, നിശബ്ദമായ അണിയറ പ്രവർത്തനങ്ങളിലൂടെ പ്രവാസി മലയാളികൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമായി, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്വീകരണമുറിയിലെ നിറസാന്നിധ്യമായി മാറി ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ സ്വന്തമായ ഇടം നേടിയ നോർത്ത് അമേരിക്കൻ മാധ്യമ സംരംഭം പ്രതിജ്ഞാബദ്ധരായി ഇതാ നിങ്ങളുടെ ലോക പ്രവാസികളുടെ സ്വന്തം പ്രവാസി ചാനൽ. അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. നാളെയാണ് ആ സുദിനം. അതോ തോക്കുന്നയാൾക്ക് ദുർദിനവും. അപ്പൊ ആരാണ് ജയിക്കുന്നതെന്നും തോക്കുന്നതെന്നും നമുക്ക് നാളെ അറിയാം. അതില് എത്ര മണി മുതലാണ് നമ്മൾ ടി വിക്ക് മുന്നിൽ കാത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്റർനെറ്റിന് മുമ്പിൽ കാത്തിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നാളെ വൈകിട്ട് ന്യൂയോർക്ക് ടൈം, ഈസ്റ്റേൺ ടൈം ഒരു 7 മണി മുതൽ കാര്യങ്ങൾ തുടങ്ങും. വാർത്തകളും പ്രൊജക്ഷൻസും ഒക്കെ വന്നു തുടങ്ങും. അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് വേറെ 1-2 കാര്യങ്ങൾ കൂടി. അപ്പോൾ എപ്പം മുതലാണ് കാണേണ്ടത്, എപ്പം മുതലാണ് ടി വിക്ക് മുന്നിൽ കാത്തിരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് 1-2 കാര്യങ്ങളൂടെ. ഇപ്പൊ ഈ മലയാളികൾ, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് തരികിട എന്നാണ്. ഇപ്പം മലയാളികളെ പറ്റിയും അങ്ങനെ പറയണമെന്നാണ് ഇപ്പൊ തോന്നിയിരിക്കുന്നത്. ബൈഡൻ ക്യാമ്പയിന് ഏകദേശം 800ഓളം പേര് $1,00,000 വീതം സമാഹരിച്ച് നൽകിയുണ്ടായി. അവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പലരിൽ നിന്നായിട്ട് സമാഹരിച്ച്, ഒരാൾക്ക് വ്യക്തിപരമായിട്ട് $2,800 വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ കൊടുത്ത ആളുകൾ പലരിൽ നിന്നായിട്ട് സമാഹരിച്ച്. അപ്പൊ അതില് 21 ഇന്ത്യക്കാരുണ്ട്. പക്ഷെ ഒരൊറ്റ മലയാളിയില്ല. $1,00,000 സമാഹരിച്ച് ബൈഡൻ ക്യാമ്പയിന് കൊടുക്കാനായിട്ട് നമ്മൾ ഒത്തിരി ഡെമോക്രാറ്റുകളൊക്കെ ഉണ്ട്, അല്ലെ റിപ്പബ്ലിക്കൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ കാശിന്റെ കാര്യം വരുമ്പം നമ്മളാരും അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമുക്കവിടെ സ്വാധീനവും ഉണ്ടാവില്ല എന്നർത്ഥം. ഈ ഇന്ത്യക്കാര് 1% താഴെയാണ് ഇന്ത്യൻ പോപ്പുലേഷൻ. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇത്രയും പേര്, 21 പേര് $1,00,000 ഏറെ സമാഹരിച്ച് നൽകി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് 2.8% മറ്റോ ആണ് അവർക്ക് കിട്ടിയതിന്റെ. അപ്പൊ നമുക്ക് ഒരു ഔട്ട്സൈസ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുന്നു. ഇങ്ങനെ പൈസ സമാഹരിച്ച് നൽകി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നമുക്ക് സ്വാധീനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ മലയാളികൾ പിന്നെ പതിവ് പോലെ നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ഒക്കെ ഇരിക്കും, അല്ലാതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്നുള്ള സങ്കടകരമായ വസ്തുത കൂടി എല്ലാവരെയും അറിയിക്കുന്നു. അപ്പം ഈ തരികിട എന്നുള്ള ആ പേര് നമ്മുടെ ആളുകൾക്കും നമ്മുടെ ഈ രാഷ്ട്രീയ അവബോധത്തിനും അത് നൽകാമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇനി അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. കാരണം മലയാളികളിൽ നിന്ന് 10 പൈസ മലയാളികൾ എന്തെങ്കിലും കാര്യത്തിന് കൊടുക്കുക എന്നുള്ള ഒരു പതിവില്ലല്ലോ. അപ്പൊ അതിനൊരു മാറ്റം വരണം. രാഷ്ട്രീയ രംഗത്തൊക്കെ നമുക്ക് സ്വാധീനമൊക്കെ കിട്ടണമെങ്കിൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ നമ്മളെ ബഹുമാനിക്കുകയും നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യണമെങ്കിൽ നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം. സാമ്പത്തികമായിട്ടും ഇനി അതെങ്കിലും ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വോട്ടെങ്കിലും ചെയ്യണം. വോട്ട് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആളാണ് എന്ന് വന്നാൽ തന്നെ അവർക്ക് നമ്മളോട് കുറച്ചൊരു ബഹുമാനം വരും. കാരണം നമ്മുടെ വോട്ടിന് വിലയുണ്ട് എന്ന് അവർ മനസ്സിലാക്കും. അപ്പൊ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാത്തവര് നാളെ ഉറപ്പായിട്ടും പോയി വോട്ട് ചെയ്തിരിക്കണം. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും വിചാരിക്കേണ്ടതില്ല. ഇന്ന് കേട്ട ഒരു തമാശയാണ്. ഈ ഫ്ലോറിഡയിലെ റാലിക്കിടയിൽ ജനമെല്ലാം കൂടെ ആന്റണി ഫൗച്ചിയെ, പകർച്ചവ്യാധി വിദഗ്ധൻ, അദ്ദേഹത്തെ ഫയർ ചെയ്യാന്നും പറഞ്ഞ് പ്രസിഡന്റിനോട് അവിടെ വെച്ച് അലമുറയിടുന്നു. ഉടനെ പ്രസിഡന്റ് പറഞ്ഞു, അത് ജയിച്ചു കഴിഞ്ഞാൽ ഉടൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കും എന്നാണ് പ്രസിഡന്റ് നൽകിയ സൂചന. അപ്പം ഫൗച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇദ്ദേഹം 68 മുതൽ അവിടെ ഇരിക്കുന്നതാണ്. അപ്പം ഇനിയിപ്പം ട്രംപാണ് ജയിക്കുന്നതെങ്കിൽ അധികം കാലം ഉണ്ടാവില്ല. ഇനി ട്രംപല്ല ബൈഡനാണ് ജയിക്കുന്നതെങ്കിലും വയസ്സ് 84 അദ്ദേഹത്തിന് മിക്കവാറും പിരിഞ്ഞു പോകാനുള്ള ഒരു നോട്ടീസാണ് ഏറ്റവും അധികം കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാലം ഇരുന്നതാണല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനമാണ് ആദ്യമായിട്ട് ഈ പ്രസിഡന്റുമാരിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോഴത്തെ എല്ലാ പോൾ അനുസരിച്ചും ബൈഡൻ ഹാരിസ് ടീം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒറ്റ പോളിൽ പോലും ട്രംപ് മുന്നിൽ നിൽക്കുന്നതായിട്ട് പറയുന്നില്ല.
എന്ന് മാത്രമല്ല ട്രംപിനെ പറ്റി പറയുന്നത്, ഈ ട്രംപ് ഒരിക്കൽ പോലും ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ട്രംപിന്റെ അപ്രൂവൽ റേറ്റിംഗ് 50% വന്നിട്ടില്ല. ഒരു പ്രസിഡന്റും മറ്റൊരു പ്രസിഡന്റിനും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പലപ്പോഴും അവരുടെ അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. പക്ഷേ പ്രസിഡന്റ് ട്രംപിന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന അപ്രൂവൽ റേറ്റിംഗ് ഉണ്ടായത് 47% ആണ്. അത് ഈ കൊറോണ വരുന്നതിന് മുമ്പുള്ള. പിന്നീട് ഒരിക്കൽ പോലും 50% ഒരിക്കൽ പോലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാ പ്രസിഡന്റുമാരും 50 60 ഒക്കെ വന്നതാണ്. പിന്നെ അത് കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. ട്രംപിന്റെ കാര്യത്തിൽ ആ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് നാളത്തെ ഇലക്ഷനിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പൊ എല്ലാ പോളിലും ബൈഡനാണ് മുന്നിൽ നിൽക്കുന്നത്. ബൈഡൻ വിജയിക്കും, ബൈഡൻ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാ പോളുകളും പറയുന്നത്. അപ്പൊ എല്ലാവരും പറയുമ്പോൾ നമുക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രസിഡന്റ് ട്രംപിനാണേലും പഴയ ശൗര്യം, പണ്ടേ പോലെ അന്നത്തെ 2016 പോലെ ആ ശൗര്യം അങ്ങോട്ട് ഫലിക്കുന്നില്ല, പറഞ്ഞ് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അത് നാളെ അറിയാം. അപ്പൊ ഇന്ന് വാഷിങ്ടൺ പോസ്റ്റില് ഹെൻറി ഓൾസൺ എന്നും പറഞ്ഞൊരു രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹത്തിന്റെ ചില പ്രവചനങ്ങൾ അത് വളരെ പ്രസക്തമായിട്ട് തോന്നി. അദ്ദേഹം പറയുന്നത് ബൈഡന് 350 ഇലക്ട്രൽ കോളേജിൽ 350 വോട്ട് കിട്ടും, ട്രംപിന് 188 കിട്ടത്തുള്ളൂ. എന്ന് മാത്രമല്ല സെനറ്റില് 4 സീറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഡെമോക്രാറ്റുകൾക്ക് സെനറ്റിലും ആധിപത്യം വരും. സെനറ്റും ഹൗസും ഡെമോക്രാറ്റുകൾക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ റെയ്ഗൻ ഭരണം തുടങ്ങിയതിന് ശേഷം ഇത് 3-ാം തവണയാണ്. 3 തവണ മാത്രമേ ഡെമോക്രാറ്റുകൾക്ക് ഈ 3 സ്ഥാനങ്ങളും, പ്രസിഡന്റ് പദവി, സെനറ്റിൽ മജോറിറ്റി, ഹൗസിൽ മജോറിറ്റി, ഈ 3 കിട്ടുന്നത് 3-ാം തവണയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അത് കിട്ടാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കണക്കൂട്ടൊക്കെ അനുസരിച്ച് ഇങ്ങനെ വരുമെന്നാണ് പറയുന്നത്. എത്ര കണ്ട് ശരിയാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്ന ഈ 4 സ്റ്റേറ്റുകൾ, അരിസോണ, നോർത്ത് കരോലിന, മെയിൻ, കൊളറാഡോ, ഈ 4 സ്റ്റേറ്റുകളിൽ ഡെമോക്രാറ്റുകൾ സെനറ്റ് സ്ഥാനം നേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മെയിനിൽ മത്സരിക്കുന്നത് പകുതി ഇന്ത്യക്കാരിയായ സാറാ ഗിഡിയൻ ആണ് സെനറ്റ് സ്ഥാനാർത്ഥി. സെനറ്ററായിട്ട് അവര് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള സെനറ്റർ, 2ാമത്തെ സെനറ്റർ ആയിരിക്കും അവര്. ആദ്യത്തെ സെനറ്റർ കമലാ ഹാരിസ്, അവരാണ് ഇപ്പം വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇവർ ജയിക്കുകയാണെങ്കിൽ, സാറാ ഗിഡിയൻ ജയിക്കുകയാണെങ്കിൽ അവർ 2ാമത്തെ ഇന്ത്യൻ അമേരിക്കൻ സെനറ്റർ എന്ന് നമുക്ക് പറയാം. രണ്ടുപേർക്കും പകുതി അമ്മ. ഇവിടെ സാറാ ഗിഡിയന്റെ പിതാവ് ഇന്ത്യക്കാരനായിരുന്നു, കമലാ ഹാരിസിന്റെ അമ്മ ഇന്ത്യക്കാരിയായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഇനി ഈ 4 സ്റ്റേറ്റുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അലബാമ ഓഫ് കോഴ്സ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹൗസിലാണെങ്കിലും അങ്ങനെ വരുമ്പോൾ 52-48 എന്നുള്ള നിലയിലേക്ക് സ്ഥിതി വരും. 52 പേര് ഡെമോക്രാറ്റുകളും ഡെമോക്രാറ്റ് അനുകൂലികളും, ബാക്കി 48 പേര് റിപ്പബ്ലിക്കനും. അപ്പം ഇങ്ങനെ ഒരു മജോറിറ്റി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരിക്കുന്ന പ്രസിഡന്റിന് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകും. ഇങ്ങനെ ചുരുക്കമായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടത്തുള്ളൂ. ഇപ്പൊ ഒബാമയുടെ കാലത്തൊക്കെ ഈ കോൺഗ്രസിലെ ഭൂരിപക്ഷം വെച്ചാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഒബാമ കൊണ്ടിരുന്ന എല്ലാ പരിപാടികളും തുരങ്കം വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പം ഡെമോക്രാറ്റുകളും ട്രംപിനെതിരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു മാറ്റം വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ ഹൗസിലെ 246 പേര്, ഡെമോക്രാറ്റുകളും 184 പേര് റിപ്പബ്ലിക്കൻസും ജയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം. അത് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്ക് നാളെ അറിയാം. നാളെ അതിനുവേണ്ടി കാത്തിരിക്കണം. ഇതില് ഈ ഓൾസന്റെ പ്രവചനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്ന വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഈ വൈറ്റ് വോട്ടേഴ്സിന്റെ ഇടയിലായിരുന്നു ട്രംപിന് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ അംഗീകാരം. പക്ഷെ അതിന് വളരെ ഇടിവ് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. പഴയതുപോലുള്ള ആ ഒരു ക്ലൗട്ട് ആ വൈറ്റ് വോട്ടർമാരുടെ ഇടയിൽ ട്രംപിനില്ല. അതേസമയം തന്നെ ബ്ലാക്കിന്റെയും ഹിസ്പാനിക്കിന്റെയും ഇടയിൽ ട്രംപിന് കുറച്ചുകൂടി അപ്രൂവൽ കൂടിയിട്ടുണ്ട്. അവരുടെ കുറച്ചു കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം വിജയത്തിന് സാധ്യതയൊന്നും ഉണ്ടാവണമെന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഇലക്ഷനിൽ നമുക്കറിയാം 538 വോട്ടാണ് ഇലക്ടറൽ കോളേജിലുള്ളത്. ഓരോ സ്റ്റേറ്റിലെയും കോൺഗ്രസ് അംഗങ്ങളുടെയും രണ്ട് സെനറ്റർമാരുടെയും എണ്ണം കൂട്ടിയാണ് ഓരോ സ്റ്റേറ്റിലെയും ഇലക്ടറൽ കോളേജ് തീരുമാനിക്കുന്നത്. അത് പോളിസി ആണെങ്കിൽ വിന്നർ ടേക്സ് ഇറ്റ് ഓൾ, അതായത്
മജോറിറ്റി കിട്ടുന്ന ആൾക്ക് എല്ലാ വോട്ടും ഒരു സ്റ്റേറ്റിലെ ഇലക്ട്രൽ കോളേജ് മൊത്തം അങ്ങ് പോകും. അപ്പം ന്യൂയോർക്കിൽ 29 സീറ്റുണ്ട്. പിന്നെ ഇലക്ട്രൽ കോളേജിൽ 27 കോൺഗ്രസ് അംഗങ്ങളും 2 സെനറ്റർമാരും, അങ്ങനെ 29 സീറ്റ്. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്ക്, ആർക്ക് ഭൂരിപക്ഷം കിട്ടുന്നോ ആ ആൾക്ക് മുഴുവൻ സീറ്റും കിട്ടും. അപ്പൊ 29 സീറ്റും ബൈഡന് ഉറപ്പിക്കാം പണ്ട് മുതലേ. പിന്നെ ന്യൂയോർക്കും കാലിഫോർണിയയും ന്യൂജേഴ്സിയും കണക്റ്റിക്കട്ടും ഇതെല്ലാം ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകളാണ്. അപ്പൊ അത് എല്ലാം അങ്ങോട്ട് പോകുന്നതാണ്. മൊത്തം ബാക്കിയുള്ളവർ 51% വോട്ട് കിട്ടുമ്പോൾ തന്നെ ബൈഡൻ ജയിച്ചു കഴിഞ്ഞു. ബൈഡന് എല്ലാ സീറ്റും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, എല്ലാ ഇലക്ട്രൽ വോട്ടും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതില് കഴിഞ്ഞ തവണ ഹിലരിക്ക് കിട്ടിയത് 230 ഇലക്ട്രൽ വോട്ടാണ്, പിന്നെ ട്രംപിന് 306. അപ്പൊ ഹിലരിക്ക് 230 കഴിഞ്ഞ് 40 വോട്ട് കൂടെ കിട്ടിയാൽ മതി. 40, 30, 70, 270 വോട്ടാണ് വേണ്ടത്. 269 പിന്നെ നേരെ പകുതി, ഒരു വോട്ട് കൂടെ കൂടുതൽ കിട്ടണം, 270. ഇനി രണ്ടുപേർക്ക് 269 വീതമാണെങ്കിൽ പിന്നെ കോൺഗ്രസ് ആണ് തീരുമാനിക്കുക പിന്നെ ആരാണ് പ്രസിഡന്റ് ആകേണ്ടതെന്ന്. അപ്പൊ അതൊന്നും വരികയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 270 കിട്ടുന്നതെങ്കിൽ, 270 കിട്ടണമെങ്കിൽ ബൈഡന് ഹിലരിക്ക് കിട്ടിയതിന്റെ കൂടെ 40 വോട്ട് കൂടെ. അപ്പൊ 3 സ്റ്റേറ്റുകളിലാണ് പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പെൻസിൽവേനിയ. 2 പാർട്ടിക്കാരും, പ്രസിഡന്റും ബൈഡനും ഒക്കെ പെൻസിൽവേനിയയിലാണ് ഇന്നും ഒക്കെ കാര്യമായിട്ടുള്ള പ്രചാരണം നടത്തുന്നത്. അപ്പോൾ പെൻസിൽവേനിയയ്ക്ക് വലിയ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. 20 വോട്ട് പെൻസിൽവേനിയയിലുണ്ട്. പിന്നെ എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിനാണ് ട്രംപ് അവിടെ വിജയിച്ചത്. പെൻസിൽവേനിയ, വിസ്കോൺസിൻ, മിഷിഗൻ, ഈ 3 സ്റ്റേറ്റുകളിൽ. അപ്പൊ ഈ 3 സ്റ്റേറ്റുകളിലെ കിട്ടിയാൽ തന്നെ തകർപ്പൻ വിജയമാണ് പിന്നെ ബൈഡൻ ഉണ്ടാകാൻ പോകുന്നത്. ഈ 3 ഇപ്പോൾ ബൈഡൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് സ്ഥിതി എന്താവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വിസ്കോൺസിനിൽ ഈ കോവിഡ് രോഗം കൂടുന്നത് കൊണ്ട് ബൈഡന് ട്രംപിന്റെ പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ബൈഡൻ വലിയ തോതിൽ മുന്നിൽ ആണ് നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അവിടെ 10 സീറ്റുണ്ട്. മിഷിഗണിൽ 16 സീറ്റുണ്ട്. മിഷിഗണിൽ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ട്രംപ്. അപ്പം ഈ സ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാൻ സാധ്യതയുണ്ട്. ഇനി ഇതുപോലെയുള്ള 3 സ്റ്റേറ്റുകളാണ് ഫ്ലോറിഡയിൽ 29 സീറ്റുണ്ട്, 29 ഇലക്ട്രൽ കോളേജ് വോട്ട്. നോർത്ത് കരോലിന 15, ജോർജിയ 16. അങ്ങനെ 6 സ്റ്റേറ്റുകൾ: പെൻസിൽവേനിയ, വിസ്കോൺസിൻ, മിഷിഗൺ, ഫ്ലോറിഡ, നോർത്ത് കരോലിന, ജോർജിയ. ഇത്രയും സ്റ്റേറ്റുകളാണ് ഫലത്തിൽ നാളെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ പിന്നെ ഈ സ്റ്റേറ്റുകളിലെല്ലാം ആര് വിജയിക്കുന്നതിന് അനുസരിച്ചിരിക്കും ഫലം ഉണ്ടാകാൻ പോകുന്നതിൽ. 1-2 സ്റ്റേറ്റുകളൊക്കെ കിട്ടിയാൽ തന്നെ ഇപ്പം ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഹിലരിക്ക് കിട്ടിയ 230 വോട്ടിന്റെ കൂടെ ഒരു 40 വോട്ട് കൂടെ കിട്ടിയാൽ മതി. പെൻസിൽവേനിയയും പിന്നെ ഫ്ലോറിഡയും കൂടെ കിട്ടിയാൽ ഈസി ആയിട്ട് ജയിക്കാം. അല്ലെങ്കിൽ 1-2 ചെറിയ സ്റ്റേറ്റുകളിലൂടെ കിട്ടിയാൽ പിന്നെ ജയിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ സ്റ്റേറ്റുകളിൽ ഏതിലൊക്കെ എങ്ങനെയൊക്കെ വോട്ട് വരാൻ പോകുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഫലപ്രഖ്യാപനം. ഇനി ഫലത്തെപ്പറ്റി എപ്പോഴൊക്കെയാണ് ഇതിനെപ്പറ്റി നമുക്കറിയാം. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് എപ്പം മുതലാണ് നമ്മൾ TV-ക്ക് മുന്നിൽ ഇരിക്കേണ്ടത്, അല്ലെ ഇന്റർനെറ്റിന്റെ മുന്നിൽ ചടഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കാര്യം, നാളെ 7 മണിയാകുമ്പോഴത്തേക്ക് 3 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ കഴിയും. പ്രധാനമായിട്ടും വെർമോണ്ട്, വിർജീനിയ, സൗത്ത് കരോലിന, ഇന്ത്യാന, 5 സ്റ്റേറ്റുകളിൽ. അപ്പൊ ഈ സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഈ വെർമോണ്ടും വിർജീനിയയും ഡെമോക്രാറ്റുകളുടേതാണ്. സൗത്ത് കരോലിന, ഇന്ത്യാന, കെൻഡക്കി ഇതൊക്കെ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള ഫലങ്ങളാണ് ഒരു 7 മണി മുതൽ നമുക്ക് പ്രോജക്ഷൻസ് നമുക്ക് കിട്ടും. ഇവരാണ് മുന്നേ നിൽക്കുന്നത്, ഇന്നയാളാണ് മുന്നേ നിൽക്കുന്ന, വിജയിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും. പിന്നെ ഒരു അരമണിക്കൂറിൽ കഴിയുമ്പോൾ വരാൻ പോകുന്ന അടുത്ത പ്രോജക്ഷൻസ് വരുന്നത് നോർത്ത് കരോലിന, ഒഹായോ, വെസ്റ്റ് വെർജീനിയ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ. ഇതില് ഈ ഒഹായോ നോർത്ത് കരോലിന ഒക്കെ എങ്ങോട്ട് പോകുന്നുള്ളത് സന്ദേഹമുള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ അവിടുത്തെ വിജയങ്ങൾ അവിടുത്തെ ഇലക്ഷൻ ഫലത്തെ സ്വാധീനിക്കുന്നതാണ്. അപ്പൊ അതും പ്രധാനമാണ്. 7:30 മുതൽ നമുക്ക് നോക്കിയിരിക്കാം. ഈ സമയമെല്ലാം പറയുന്നത് ഈസ്റ്റേൺ ടൈമാണ്, ന്യൂയോർക്ക് ടൈമാണ്. അപ്പം വൈകിട്ട് 7:30 മുതൽ, അതായത് പോളിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ. പിന്നെയുള്ളത്, അത് കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴത്തേക്ക് 19 സ്റ്റേറ്റിലെ ഇലക്ഷൻ തീരും. അപ്പോൾ പ്രധാനമായിട്ടും പെൻസിൽവേനിയയിലെ തീരും. പെൻസിൽവേനിയ, ഫ്ലോറിഡ, മെയിൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട പല സ്റ്റേറ്റുകളിലെയും ഇലക്ഷൻ കഴിയും. 8 മണി കഴിയുമ്പോൾ 8 മണി മുതൽ അവിടുത്തെ പ്രോജക്ഷൻസ് ഒക്കെ വരും.
പിന്നീട് വരുന്നത് പിന്നെ ഈ പെൻസിൽവേനിയയിലൊക്കെ നാളെ വൈകിട്ടത്തേക്ക് മുഴുവൻ വോട്ടുകളൊന്നും എണ്ണിത്തീരാൻ സാധ്യതയില്ല. മെയിൻ ബാലറ്റുകളൊക്കെ നാളെ മാത്രമേ എണ്ണാൻ പാടുള്ളൂ എന്നാണ് ആ സ്റ്റേറ്റിലെ നിയമം. അപ്പം നാളത്തെ വോട്ടുകളും ഈ മെയിലിൽ വന്ന വോട്ടുകളും ഒക്കെ കൂടി എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാം റിസൾട്ട് വരണമെങ്കിൽ മിക്കവാറും മറ്റന്നാളൊക്കെ ആകും എന്നാണ് വിദഗ്ധർ പറയുന്നത്. പിന്നെ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് പിന്നെ 9 മണി ആകുമ്പോഴത്തേക്ക് വേറെ പ്രൊജക്ഷൻസ് വരാൻ പോകുന്ന ടെക്സസ്, അരിസോണ, നെബ്രാസ്ക തുടങ്ങിയ സ്റ്റേറ്റുകളിലെയൊക്കെ റിസൾട്ട് അപ്പോഴത്തേക്ക് അറിയാം. പിന്നെ അയോവ, ഇനി ഏറ്റവും വൈകി വരാൻ പോകുന്ന രാത്രി 1 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹവായി, പിന്നെ അലാസ്ക, ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ടുകളും വരും. അപ്പോഴത്തേക്ക് പിന്നെ പതിവ് സ്ഥിതി അനുസരിച്ച് ഈ സ്ഥലങ്ങളിലെ ഹവായിലെയും അലാസ്കയിലെയും ഒന്നും വോട്ട് അത് വരുന്നതിന് മുമ്പ് തന്നെ ഫലം തീരുമാനിച്ചിരിക്കും. കാരണം മിക്കവാറും എല്ലാം പിന്നെ കൂടുതൽ മറ്റ് സ്റ്റേറ്റുകളിലെ വോട്ട് വെക്കുമ്പോൾ തന്നെ വിജയിക്ക് 270 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രസക്തി ഇല്ലാതായി തീരും. അപ്പൊ ആ 270 ഇലക്ട്രൽ വോട്ട് ആരാദ്യം നേടുന്നു എന്നുള്ളതാണ് പിന്നെ അറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ നാളെ 7 മണി മുതൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മുന്നിലും ടിവിയുടെ മുന്നിലും കാത്തിരിക്കാം. തീർച്ചയായിട്ടും ആ പ്രോജക്ഷൻസ് വരും. പ്രോജക്ഷൻസ് ഏകദേശം ഇവിടെ നമുക്കറിയാം. പ്രോജക്ഷൻസും അവരെ ആരാണ് വിൻ ചെയ്യുകയെന്നും പ്രഖ്യാപിക്കും. അനൗദ്യോഗികമായിരിക്കും, പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം പിന്നേ വരുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മെയിലിൻ ബാലറ്റും ഒക്കെ എണ്ണിത്തീരുന്നത് 2-3 ദിവസം കഴിഞ്ഞ്, നാളെ ഇലക്ഷൻ കഴിഞ്ഞാലും പിന്നെയും 2 ദിവസം കഴിഞ്ഞോ അല്ലെ 3 ദിവസം കഴിഞ്ഞോ വരുന്ന ബാലറ്റ് കൂടി എണ്ണണം എന്ന് വന്നാല് അപ്പൊ നാളെ ഒരു വൻ വിജയം ആർക്കും ഇല്ല എങ്കിൽ ആരെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിലുള്ള ഒരു വിജയം ഇല്ല എങ്കിൽ പിന്നെയും വിധി നിർണ്ണയിക്കുന്നതിന് ഈ ബാലറ്റുകളൊക്കെ എണ്ണേണ്ട സ്ഥിതി വരും. അങ്ങനെ എണ്ണേണ്ടി വരികയാണെങ്കിൽ പിന്നെയും ഔദ്യോഗികമായിട്ട് ഫലപ്രഖ്യാപനം വരാനായിട്ട് താമസം വരും. അത് എത്ര ദിവസം എടുക്കുമെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഒടുവിൽ അത് കോടതി കയറുമോ എന്നത് ഒക്കെയുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ പ്രസിഡന്റൊക്കെ പറയുന്നത് നാളെ തന്നെ തീരുമാനം അറിയണം, നാളെ തന്നെ അങ്ങനെയാണ് കീഴ്വഴക്കം. ആ കീഴ്വഴക്കം മാറാൻ പാടില്ല. നാളെ രാത്രി തന്നെ വിന്നർ ആരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. പക്ഷെ വിന്നർ ആരാണെന്നുള്ളത് ഏകദേശ ധാരണയാണ് പതിവ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക. കൃത്യമായിട്ട് ആരാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്, ആരാണ് വിജയിച്ചതെന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സാമാന്യ നിലയിൽ കഴിയില്ല എന്നാണ് വിദഗ്ധരെല്ലാം പറയുന്നത്. എന്തായാലും നാളെ വൈകിട്ടത്തേക്ക് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നാളെ പകല് മുഴുവനുണ്ട്. പകല് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമാണ്. പിന്നെ ഇന്നിപ്പം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഇനി ഈ പ്രോജക്ഷൻസ് ഒക്കെ വരുമ്പോ തന്നെ ഞാനാണ് വിജയി എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് തന്നെ അങ്ങ് പ്രഖ്യാപനം നടത്തുമെന്നുള്ളത് അങ്ങനെ ചില മീഡിയ ഒക്കെ പറയുന്നു. പക്ഷേ പ്രസിഡന്റ് പറഞ്ഞ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഈ ശരിക്കുള്ള വിജയിയായിട്ട് അതിനുശേഷം മാത്രമേ ആ വിജയം പ്രഖ്യാപിക്കുകയുള്ളൂ. പക്ഷേ വിജയിയെ നേരത്തെ പ്രഖ്യാപിക്കണം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഞാൻ തന്നെയാണ് പ്രസിഡന്റ്, ഞാൻ തന്നെയാണ് വിജയി എന്ന് മുൻകൂട്ടി പറയാനൊന്നും പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി നാളത്തെ വോട്ടിനെ പറ്റി പറയുമ്പോൾ നാളെ രാവിലെ നമ്മളെല്ലാം തീർച്ചയായിട്ടും വോട്ടെടുക്കാൻ പോകണം. നമ്മള് വോട്ട് ചെയ്യാനായിട്ട് പോകണം. പോകാത്തവര്, ഇതിനകം വോട്ട് ചെയ്യാത്തവര്. അപ്പൊ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 4 കോൺഗ്രസ് അംഗങ്ങൾ, നമുക്ക് ഓൾറെഡി ഉള്ള 4 കോൺഗ്രസ് അംഗങ്ങൾ അവര് റീ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിജയസാധ്യതയുള്ള 2 കോൺഗ്രസ് അംഗങ്ങളുണ്ട്. അരിസോണയിൽ ഡോക്ടർ ടിപ്പിർനേനി, ടെക്സസിലെ ഹൂസ്റ്റണിലെ പ്രസ്റ്റൺ കുൽക്കർണി, ഇവർ രണ്ടുപേരും വിജയിക്കാൻ വളരെ സാധ്യതയുള്ളതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെയിനിൽ അസംബ്ലി സ്പീക്കർ ആയിരിക്കുന്ന സാറാ ഗിഡിയൻ, അവര് സെനറ്റിലേക്ക് മത്സരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ വിജയിക്കാൻ വളരെ സാധ്യതയുള്ളതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ സമോസ കോക്കസ് 4 കോൺഗ്രസ് അംഗങ്ങൾ നമുക്കുള്ളത്. രാജാ കൃഷ്ണമൂർത്തി ഇല്ലിനോയിൽ നിന്ന്, കാലിഫോർണിയയിൽ നിന്ന് റോ ഖന്നയും ഡോക്ടർ അമീ ബേര, വാഷിംഗ്ടണിൽ നിന്ന് പ്രമീള ജയപാൽ, അവരാണ് ഏക മലയാളി. പ്രമീള ജയപാല മേനോൻ ആണ് പാലക്കാടുകാരി. അപ്പം അവർ മാത്രമാണ് മലയാളി. ഈ
പിന്നെ ഇവർ 4 പേരാണ് ഇപ്പോഴുള്ളത്. അതിന് പുറമെയാണ് ഈ ടിപ്പർനേനിയും ഡോക്ടർ ടിപ്പർനേനിയും, അവരും പിന്നെ ഡോക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രസ്റ്റൺ കുൽക്കർണിയും. ഇവർ രണ്ടുപേരും കൂടെ വിജയിക്കുമെന്നാണ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ സമോസ കോക്കസിന്റെ എണ്ണം പിന്നെ 6 മാറും. സമോസ കോക്കസ് എന്നുള്ളത് പിന്നെ രാജാ കൃഷ്ണമൂർത്തി ഉണ്ടാക്കിയ ഒരു പേരാണ് ഈ കോൺഗ്രസ് അംഗങ്ങൾക്ക്. കാരണം ഇന്ത്യക്കാര് എന്നുള്ള ധ്വനി വരുത്തുന്ന ദേശി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു പേര് മാത്രം. എന്തായാലും അത് 4 എന്നുള്ളത് 6 എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ സാറാ ഗിഡിയൻ വിജയിക്കാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ അമേരിക്കക്കാരുടെ നമ്മുടെ ഒക്കെ പങ്കാളിത്തം, നമ്മുടെയൊക്കെ ആളുകൾ കോൺഗ്രസിലും സെനറ്റിലും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. നമുക്ക് എത്ര കണ്ട് പ്രയോജനപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന അംഗീകാരമാണ് അത്. തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം, ഈ കമല എന്ന പേര് ഈ അമേരിക്കയില്, ലോകത്ത് തന്നെ കമല എന്നുള്ളൊരു പേര് അറിയാത്ത ആളുകളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ കമല എന്നുള്ള പേര് നമ്മുടെ കമലാ നെഹ്റു, അല്ലെങ്കിൽ കമലമ്മ, കമല, പിന്നെ ഈ കേരളത്തിലെ മന്ത്രിയായിരുന്ന എം കമലം, ഇങ്ങനെയൊക്കെയുള്ള കുറെ പേരുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ആ പേര് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു പേരായി മാറി. അപ്പൊ അത് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ആ അംഗീകാരം തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അംഗീകാരം, നമുക്ക് തന്നെ ഒരു അപ്രൂവൽ, നമ്മൾ തന്നെ ഈ നാട്ടുകാരാണെന്നും നമുക്ക് തന്നെ നമ്മൾ ഇവിടുത്തുകാരാണെന്നും ഉള്ളതിനുള്ള ഒരു അംഗീകാരം കൂടിയാണത്. തീർച്ചയായിട്ടും അതുകൊണ്ട് അവരെ വിജയിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവര് ഇപ്പം രോഹന്നയ്ക്കെതിരെയൊക്കെ ഈ സംഘപരിവാർ സംഘടനകളൊക്കെ അദ്ദേഹത്തിനെതിരെയൊക്കെ പ്രചാരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് പോലും ഈ സംഘപരിവാർ അനുകൂല സംഘടനകളാണ്. അപ്പൊ ഈ സംഘപരിവാറും ഒക്കെ അവരുടെ താല്പര്യങ്ങള് ഇന്ത്യയിൽ തന്നെ അങ്ങ് തുടരുന്നതാണ്, ഇന്ത്യയിൽ തന്നെ നിലനിർത്തുന്നതാണ് നല്ലത്. ഈ രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയെ ഭിന്നിപ്പിക്കുക, അതൊരു ശരിയായ കാര്യമല്ല. തീർച്ചയായിട്ടും രോഹനെ പോലെ ആ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, ആ ഭിന്നതയോ അല്ലെങ്കിൽ ആരോടും പിന്നെ കോൺഗ്രസും മഹാത്മാഗാന്ധിയും ഒക്കെ പിന്തുടർന്ന ആ പാത പിന്തുടരുന്ന ആളുകൾ, അപ്പൊ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ച് ഒരു ഒരു എന്താ പറയുക, ഒരു സെക്ടേറിയൻ അജണ്ട ഇവിടെ കൊണ്ടുവരുന്ന കഷ്ടമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ആളുകൾ വിചാരിക്കും പിന്നെ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ മുഴുവൻ ഹിന്ദുക്കളാണ് എന്നുള്ള രീതിയിൽ. അത് ശരിയല്ല. ഏതാണ്ട് 49% പേരെ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കൾ. മറ്റ് സിഖുകാര്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള്, ഇങ്ങനെ വിവിധ മതക്കാരാണ് ബാക്കിയുള്ളവർ മുഴുവൻ. അപ്പൊ ആ ഒരു ഭിന്നത, ഇവർക്കിടയിലെല്ലാം ഒരു ഭിന്നത ഉണ്ടാക്കുന്ന പിന്നെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായി നിന്നാലേ നമുക്കൊക്കെ എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ എല്ലാം പ്രശ്നങ്ങള്, ഈവൻ പാകിസ്ഥാനി ആണെങ്കിൽ കൂടി പാകിസ്ഥാനി അമേരിക്കനും ഇന്ത്യൻ അമേരിക്കനും നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾ ഒന്നാണ്. നമ്മുടെ അപ്പുറം തന്നെ പിന്നെ ജീവിക്കാൻ വേണ്ടി വന്നവനാണ് അവൻ നമ്മുടെ ശത്രുവല്ല, നമ്മളുമായിട്ട് വഴക്കുമില്ല, നമ്മൾ അവനോട് വഴക്കിനും പോകുന്നില്ല. അപ്പൊ ആ ഒരു അവിടുത്തെ പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരുന്നത് ഖേദകരമാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിന്ന് വേണം ചിന്തിക്കാനായിട്ട്. എന്തായാലും നാളത്തെ വോട്ടിങ്ങിൽ ഇനി സംഘപരിവാർ ആണെങ്കിലും അല്ലെങ്കിലും വോട്ട് ചെയ്യുക. നമുക്ക് പിന്നീട് അവരോട് ചോദിക്കാം. കാരണം ഇപ്പം തൽക്കാലം വേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മുടെ ആളുകൾ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വിജയിച്ചു കഴിഞ്ഞാലുള്ള മെച്ചം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എംപവർമെന്റ് ആണ്. നമ്മൾ എംപവേർഡ് ആകുന്നു. നമുക്കൂടെ അതിലൂടെ നമ്മൾ ഇവിടുത്തുകാരാണെന്നുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു കാര്യമാണ്, വലിയൊരു നേട്ടമാണ്. നാളെ ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. നാളെ വൈകിട്ടത്തേക്ക്, നാളെ രാത്രിയിലേക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും പിന്നെ ബൈഡനും കമല ഹാരിസും ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതുവരെയുള്ളത്. ഇനിയിപ്പം നാളത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നാളെ വൈകിട്ട് നാളെ ഒരു കൗണ്ട് ഡൗണിലൂടെ, നാളെ ഒരു ഉച്ചയോടുകൂടി ഒരു ഷോ കൂടെ ഈ തരത്തിലുണ്ടായിരിക്കും. എങ്ങനെയുണ്ട് വോട്ടിങ്ങിനെ പറ്റിയൊക്കെ. പിന്നീടുള്ളത് രാത്രിയിൽ തീർച്ചയായിട്ടും ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മെയിൻ സ്ട്രീം മീഡിയ എല്ലാം നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ രാത്രിയിലും ഒന്ന് പിന്നെ വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വിവാദ വിഷയങ്ങളെ പറ്റി അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പഴയ ഒരു പഞ്ച് കിട്ടാതെ പോകുന്നു. തീർച്ചയായിട്ടും വാർത്തകൾക്കിടയിൽ വിവാദങ്ങൾ കയറ്റിവെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. വിവരങ്ങൾ അറിയുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നേതായാലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഫൊക്കാന ഫോമയെ പറ്റി ഒരു അക്ഷരം മിണ്ടിയേക്കരുത്. കാരണം അതിന് യാതൊരു ന്യൂസ് വാല്യൂവും ഇല്ല. ഈ 16
പിന്നെ 15-16 വർഷം മുമ്പ് ഫൊക്കാനയിലും ഫോമായിലും ഒക്കെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ തന്നെയാണ്, അതേ മുഖങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആ തലപ്പത്തൊക്കെ ഉള്ളത്. കോൺഗ്രസിൽ പോലും രാഹുൽ ഗാന്ധി വന്നു. ഇവിടെ യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് അന്ന് മാത്രമല്ല ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ഇതുകൊണ്ടൊന്നും യാതൊന്നുമില്ല എന്ന്, പിന്നെ യാതൊരു കാര്യവുമില്ല എന്ന്. അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. ഈ ഫൊക്കാനയെ പറ്റിയും ഫോമയെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരു കാര്യവുമില്ല. നമ്മൾ കാര്യപ്പെട്ട കാര്യങ്ങളിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്താഗതിയും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ഔട്ട്ലുക്കും ഒക്കെ മാറേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നമുക്ക് പിന്നെ ഈ മലയാളി.com പിന്നെ നോക്കുക. അതുപോലെ തന്നെ ഈ മലയാളിയിലും indialife.us ഇവയിലുമൊക്കെ പ്രവാസി ചാനൽ കഴിയുന്നത്ര അപ്ഡേറ്റഡ് ന്യൂസ്, പിന്നെ നാട്ടിലെ ചാനലുകളിൽ മുഴുവൻ വാർത്തകളാണ്. എല്ലാവരും പിന്നെ കാടടിച്ച് വെടിവെക്കുന്നുണ്ട്. കിട്ടുന്നവരെല്ലാം ഒരു അവസരം കിട്ടുന്നതനുസരിച്ച് എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം അതിലൊക്കെ കിട്ടുന്ന ഒരു അവസരമല്ലേ, എല്ലാവരും അത് വിനിയോഗിക്കട്ടെ. തീർച്ചയായിട്ടും ഈ പിന്നെ ടെലിവിഷനൊക്കെ ഇത്രയും ശക്തിപ്പെട്ടതിന് ശേഷം വരുന്ന ഒരു ഇലക്ഷനാണ്. ഇത്രയധികം ആവേശം ഉണ്ടാക്കിയ ഒരു ഇലക്ഷൻ, ഇത്രയധികം ജനപങ്കാളിത്തം വന്ന ഒരു ഇലക്ഷൻ. ഇതിനു മുമ്പ് ഇതുപോലൊരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതുപോലെ ജനങ്ങളെ ആവേശപ്പെടുത്തുകയും രണ്ട് ചേരിയിലാക്കി നിർത്തുകയും ചെയ്ത ഒരു ഇലക്ഷൻ. എന്തായാലും നാളെ രാത്രിയിലേക്ക് വരെ നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നാളെ ഉച്ചയോടെ വീണ്ടും കാണാം. ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. editor@eMalayali.com. ഒരിക്കൽ കൂടി editor@eMalayali.com. എല്ലാവർക്കും നമസ്കാരം. Astrology readings by Priya provides advice through all matters of life, such as love, marriage, business, health, confusion, negativity, separations. 40 years of experience. She succeeds where others have failed. 201-925-7731. Astrology by Priya. One free question by phone. Are you looking for real estate in the Los Angeles and surrounding cities? The best and most efficient realtor. Please call Tensi Francis at 818-626-6608. Committed to helping people buy and sell homes for over 18 years. For details, call Tensi Francis at 818-626-6608. The most trusted name in real estate. क्या तुम अभी भी वही बच्चों वाले गेम खेलती हो? क्यों? तुम्हारे पास कुछ नया है क्या? सूप सूप सूप। हैप्पी वाली दिवाली मनाइए जॉय आलूकास के साथ। घर ले आइए दिवाली का टशन, इनाम में पाइए सोने के सिक्के। Astrology readings by Priya provides advice through all matters of life, such as love, marriage, business, health, confusion, negativity, separations. 40 years of experience. She succeeds where others have failed. 201-925-7731. Astrology by Priya. One free question by phone. This Diwali, glow as one with Malabar Gold and Diamonds. Purchase gold or diamond jewelry and be a guaranteed winner. Everyone wins assured gold coins. Also, pay 10% advance and get protection from gold rate increases. In addition, enjoy zero deduction on gold exchange. Get the best designs at the best prices and be a guaranteed gold winner only with Malabar Gold and Diamonds. Malabar Gold and Diamonds celebrate the beauty of life.